ഹലോ, അപ്പോൾ നമുക്കൊന്നൊരു വെജിറ്റബിൾ മസാല ഉണ്ടാക്കിയാലോ? അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത് നോക്കിയാലോ. ഉള്ളി വേണം, ബീട്രൂട്ട്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, മല്ലിയില, തക്കാളി, ഉരുളക്കിഴങ്ങ്, കറി ലീഫ് വേവിച്ച് കഷ്ണാക്കി വെച്ച് സോയും ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ച് കോളിഫ്ലവറും, പിന്നെ പൊടിയായിട്ട് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, പിന്നെ ആവശ്യത്തിന് ഉപ്പും വെളിച്ചെണ്ണ. ഇത്രയാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, നമ്മൾ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് എടുത്ത് വെച്ച പൊടികളൊക്കെ നമ്മൾ ആഡ് ചെയ്യണം. ആഡ് ചെയ്തിട്ട് നന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് വറുത്തെടുക്കാൻ പോവുകയാണ്. നന്നായിട്ട് വറുത്ത് ഇതേമാതിരി അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മളിങ്ങനെ പുക പോകുന്ന ആ ഒരു സമയത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് എന്ത് ചെയ്യാം, ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ മാറ്റിയിട്ട് ഒരു സൈഡിൽ വയ്ക്കാം. ഇനി നമ്മൾ അടുത്തത് കുക്കർ എടുക്കണം. ഇനി കുക്കറിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച സോയ, പിന്നെ ഉപ്പും മഞ്ഞളിട്ട് വെച്ച കോളിഫ്ലവർ, ഉരുളക്കിഴങ്ങ്, പിന്നെ ബീട്രൂട്ട്, ഇതെല്ലാം നമ്മൾ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യണം. അതിനുശേഷം നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ച മസാല ഉണ്ടല്ലോ, ആ മസാല നമ്മൾ ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ 2 വിസിൽ വരെ നമ്മൾ എന്ത് ചെയ്യണം, പ്രഷർ കുക്ക് ചെയ്യണം. കുറച്ച് വെള്ളം അതിനുശേഷം വീണ്ടും ഒരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് പെരിഞ്ചീരകം ഇട്ടിട്ട് പൊട്ടിക്കണം. അതിനുശേഷം നമ്മൾ അരിഞ്ഞ് വെച്ച് സവാള ആഡ് ചെയ്യുക, പിന്നെ കറി ലീഫ് ആഡ് ചെയ്യണം. ഇത് രണ്ടും കൂടി നമ്മൾ ഇട്ടിട്ട് നന്നായിട്ട് വാട്ടണം. നന്നായി വാട്ടിയിട്ട് അതിനുശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അത് നന്നായിട്ട് വാട്ടി നല്ല സോട്ടാക്കിയിട്ട് എടുക്കണം. നമ്മൾ കുക്കർ തുറന്ന് നോക്കിയിട്ടുണ്ട്, കഷ്ണമൊക്കെ വെന്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഉള്ളി വാട്ടി വന്നേക്ക് തക്കാളി ഇട്ട് ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ചെയ്തിട്ട് അതിനുശേഷം നമ്മൾ ഈ വേവിച്ച് വെച്ച വെജിറ്റബിൾസൊക്കെ പോയിട്ട് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യാണ് ചെയ്തത്. അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ച് ആഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മൾ ഡ്രൈ ആക്കി എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഡിഷ് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ചോറിന് മുരിങ്ങയുടെ ഇല കൂട്ടാൻ, കായപ്പയ്ക്ക ഉപ്പേരി, സോയ മസാല, മാങ്ങാച്ചാർ, അപ്പോൾ നമ്മളിതെല്ലാം കൂട്ടിയിട്ട് കഴിക്കുക. അപ്പോൾ ഓക്കെ, ദെൻ ബൈ.